മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. യിരെമ്യാ പ്രവചനം 29-ാം അധ്യായം 11. യിരെമ്യാ 29:11 വായിക്കുന്നതിന് മുൻപ് The Gospel of St. Mark chapter 4 verses 35 to 39. മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 39 വരെ. അത് കഴിഞ്ഞ് യിരെമ്യാ 29:11. മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ കിട്ടിയെങ്കിൽ ആമേൻ പറഞ്ഞാട്ട്. യെസ്, വീട്ടിൽ സംസാരിക്കുന്ന ശബ്ദത്തിൽ ശബ്ദമുയർത്തി നമുക്കൊരുമിച്ച് വായിക്കാം. കമാൺ. അന്ന് സദ്യ ആയപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്ത് വിട്ട് അവൻ പടകിൽ ഇരുന്ന പാടെ അക്കരയ്ക്ക് കൊണ്ടുപോയി. മറ്റ് ചെറുപടകുകളും ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി. പടകിൽ തിര തള്ളിക്കയറുകയാൽ അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലവെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരം ഇല്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്ക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്ന് വലിയ ശാന്തതയുണ്ടായി. 39-ാം വാക്യം. അവൻ എഴുന്നേറ്റ്, അതായത് യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്ക, അടങ്ങുക എന്ന് പറഞ്ഞു. ഇന്ന് പകൽക്കാലം ശാസിക്കേണ്ടതിനെ യേശു ശാസിക്കും. അനങ്ങാതിരിക്ക എന്ന് പറഞ്ഞ് അമർച്ചയാക്കേണ്ടതിനെ യേശു അമർച്ചയാക്കും. ശാസിക്കേണ്ടതിനെ, ഹേയ്, നിങ്ങൾ അല്പം പോലും ഉത്സാഹമല്ല. സ്തോത്രം. ശാസിക്കേണ്ടതിനെ യഹൂദ ഗോത്രത്തിന്റെ സിംഹമാകുന്ന യേശു ശാസിക്കും. അമർച്ച ചെയ്യേണ്ടതിനെ യേശു അമർച്ച ചെയ്യും. ശാസിക്കേണ്ടതിനെ, ശാസിക്കേണ്ടതിനെ യേശു ശാസിക്കും. അമർച്ച ചെയ്യേണ്ടതിനെ യേശു അമർച്ച ചെയ്യും. വായ്, എന്താ കാര്യം? 29-ാം അധ്യായം യിരെമ്യാ പ്രവചനം. യിരെമ്യാ പ്രവചനം 29-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. സ്തോത്രം. യിരെമ്യാ പ്രവചനം 29-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം കിട്ടിയെങ്കിൽ ആമേൻ പറഞ്ഞേ. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം അവൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഒരിക്കൽ കൂടെ, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. ആ നിരൂപണങ്ങൾ, ആ പ്ലാനുകൾ എന്തിനാണ്? ദൈവം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന പ്ലാൻ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പ്ലാൻ, അതൊരിക്കലും നീ ശവപ്പെട്ടിയിൽ കിടക്കുന്നതല്ല, നീ തൊലയുന്നതല്ല, നിന്റെ മക്കൾ മധ്യായുസിൽ വെച്ച് തകർക്കപ്പെടുന്നതല്ല, നിന്റെ ജീവിതം ചെതറുന്നതല്ല. സ്തോത്രം. പകരം സർവശക്തനായ ദൈവം, സർവശക്തനായ ദൈവം നരകത്തിൽ ഏത് ഭൂതത്തെക്കാളും ഭൂമിയിലെ ഏത് വ്യക്തികളെക്കാളും ഉന്നതനായ ദൈവം നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നതായ അവന്റെ പദ്ധതി, അവൻ തിന്മയ്ക്കല്ല, അവൻ നന്മയ്ക്കത്രേ നിരൂപണങ്ങൾ. ദൈവം നിങ്ങളെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നത് തിന്മയ്ക്കല്ല, നന്മയ്ക്കത്രേ. കാറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും, പ്രശ്നങ്ങൾ, ഓളങ്ങൾ, തിരമാലകൾ ഉണ്ടാകും. പക്ഷേ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. അത് തിന്മയുടെ പ്ലാൻ അല്ല, അത് നന്മയുടെ പ്ലാൻ. 2 വാക്യങ്ങൾ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് നമുക്കിങ്ങനെ പറയാം. കൊടുങ്കാറ്റിന് ശേഷം, ആഫ്റ്റർ ദ സ്റ്റോം. ഇന്ന് പകൽ നാം കേൾക്കുന്നതായ ഈ നല്ല ദൂതിന്റെ തലക്കെട്ടിതാണ് കൊടുങ്കാറ്റിന് ശേഷം. ഒരു 4 പേർക്ക് കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, ഈ കാറ്റിന് ശേഷം നിങ്ങൾ എവിടെ ഉണ്ടായിരിക്കും? പറഞ്ഞേ, ഈ കാറ്റിന് ശേഷവും നിങ്ങൾ എവിടെ ഉണ്ടായിരിക്കും? കുറച്ചുകൂടെ ബെറ്ററായി പറ. സ്തോത്രം. ഈ പ്രശ്നത്തിന് ശേഷവും കുറച്ചുകൂടെ നന്നായി നിങ്ങൾ എവിടെ ഉണ്ടായിരിക്കും? സ്തോത്രം. ഈ വെല്ലുവിളിക്ക് ശേഷവും കുറച്ചുകൂടെ കൃപയോടെ നിങ്ങൾ എവിടെ ഉണ്ടായിരിക്കും? ഈ കാറ്റിൽ നിങ്ങൾ തുലഞ്ഞു പോകത്തില്ല. ആഫ്റ്റർ ദ സ്റ്റോം,
കൊടുങ്കാറ്റിനു ശേഷം. വേദപുസ്തകത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ ദൈവം പല കാലങ്ങളെയും നിയമിക്കുകയുണ്ടായി. വിതയ്ക്കുവാൻ ഒരു കാലമുണ്ട്, കൊയ്യുവാൻ ഒരു കാലമുണ്ട്, ശിശിരകാലമുണ്ട്, വസന്തകാലമുണ്ട്, വേനൽക്കാലമുണ്ട്. പല കാലങ്ങളെ ദൈവം നിർമ്മിച്ചു, കാലങ്ങളെ ദൈവം നിർമ്മിച്ചു. ശ്രദ്ധിക്കുക. എന്നാൽ കാലങ്ങൾ ഒരിക്കലും സ്തോത്രം പെർമനന്റ് അല്ല. കാലങ്ങൾ ടെമ്പററിയാണ്. കാലങ്ങൾ ഒരിക്കലും സ്ഥിരമായുള്ളവയല്ല. കാലങ്ങൾ സ്തോത്രം അത് ടെമ്പററിയാണ്. കാലങ്ങൾ വന്നു പോകും. എന്നാൽ കാലങ്ങളെ നിർമ്മിച്ച ദൈവം കാലം ചെയ്യാത്തവനായി തുടരും. ഇടയ്ക്കിടയ്ക്ക് പേപ്പറിൽ ചിലരെ ചില വലിയ സിംഹാസനം പോലെയുള്ള കസേരകളിൽ ഇരുത്തിയിട്ട് തലയ്ക്ക് മുകളിൽ ഒരു മുത്തുക്കൊടയൊക്കെ കൊടുത്ത് ഇന്ന പുള്ളി കാലം ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ട്. പേപ്പറിൽ ഇടയ്ക്കിടയ്ക്ക് ഇന്ന അദ്ദേഹം കാലം ചെയ്തു എന്ന് നമ്മൾ വായിക്കാറുണ്ട്. എന്നാൽ പുസ്തകം പറയുന്നു, കാലങ്ങളെ നിർമ്മിച്ചവനായ ദൈവം ഒരിക്കലും കാലം ചെയ്യുന്നതേ ഇല്ല. പല കാലങ്ങളുണ്ട്. മനുഷ്യൻ സ്തോത്രം ഒത്തിരി പുരോഗമിച്ചു, ശാസ്ത്രം ഒത്തിരി വികസിച്ചു. പക്ഷേ മനുഷ്യ ജീവിതത്തിൽ വരുന്നതായ സീസൺസ്, കാലങ്ങളെ തിരിച്ചുവിടുവാൻ മനുഷ്യന് ഇതുവരെ ടെക്നോളജി സ്തോത്രം അത് കണ്ടുപിടിച്ചിട്ടേ ഇല്ല. ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായ കാലങ്ങളെ, തിന്മയുടെ കാലങ്ങളെ വഴിതിരിച്ചു വിടുവാൻ സ്തോത്രം ഒരു ടെക്നോളജിക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സ്തോത്രം ഈ മോസ്റ്റ് മോഡേൺ യുഗത്തിൽ, ഈ ഡിജിറ്റൽ അവേഴ്സിൽ മനുഷ്യൻ കണ്ടുപിടിച്ച ഏറ്റവും പ്രധാനപ്പെട്ടതായ വലിയ വലിയ കാര്യങ്ങളിൽ ഒന്നാണ് സ്തോത്രം അതെ കൃത്രിമ മഴ. എത്ര പേർ കേട്ടിട്ടുണ്ട്? ആർട്ടിഫിഷ്യൽ റെയിൻ, കൃത്രിമ മഴ. സ്തോത്രം. ഗൾഫിൽ നിന്ന് ആരാണ്ട് എന്നോട് പറഞ്ഞു, മഴ കാണാൻ കൊതിക്കുകയാണ്. ഗൾഫിൽ മഴയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ കോടിക്കണക്കിന്, ദശലക്ഷം കോടിക്കണക്കിന് ഡോളറുകൾ അത് ചിലവഴിച്ച് ദുബായിലും കുവൈറ്റിലുമൊക്കെ മഴ പെയ്യുന്നു. സ്തോത്രം. ക്ലൗഡ് സീഡിംഗ് എന്ന പ്രോസസ് അനുസരിച്ച് സ്തോത്രം ആർട്ടിഫിഷ്യൽ മഴ പെയ്പ്പിക്കുകയാണ്. മഴ പെയ്പ്പിക്കാൻ മനുഷ്യർക്ക് ഈ ദിവസങ്ങളിൽ ആർട്ടിഫിഷ്യലി അവർക്ക് കഴിയുന്നു. കാറ്റുണ്ടാക്കുവാൻ കഴിയുമെന്ന്. പക്ഷെ ഇന്ന് പകൽക്കാലം മനുഷ്യൻ ഉണ്ടാക്കുന്ന കാറ്റല്ല, പകരം സ്തോത്രം ജീവിതത്തെ ഉലയ്ക്കുന്ന, തകർക്കുന്നതായ പലതരത്തിലുള്ള കൊടുങ്കാറ്റുകളും പെരുങ്കാറ്റുകളും ഉണ്ട് എന്ന് വേദപുസ്തകം പറയുന്നു. നിങ്ങളെ ഉലയ്ക്കുന്ന, നിങ്ങളെ വെല്ലുവിളിക്കുന്ന, നിങ്ങളെ കരയിപ്പിക്കുന്ന, നിങ്ങളെ ചിതറിപ്പിക്കുന്ന, നിന്റെ നന്മയുടെ അംശത്തെ സ്തോത്രം ഷാറ്റർ ചെയ്യുന്നതായ പലതരത്തിലുള്ള കാറ്റുകളുണ്ട്. കാരണം യേശു കർത്താവ് ഈ പ്രകാരം പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്. 2 തീമോഥെയോസിന്റെ ലേഖനം 2:2 പൗലോസ് അപ്പോസ്തലൻ തീമോഥെയോസിനോട് പറയുന്നു, ക്രിസ്തു യേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. ഈ സുവിശേഷത്തിൽ വിശ്വസിച്ച് ദൈവകൃപയിലായിരിക്കുമ്പോൾ എന്നും കംഫർട്ട് സോണിലല്ല നിങ്ങളായിരിക്കുന്നത്, എന്നും സുരക്ഷിതത്തിനല്ല നിങ്ങളായിരിക്കുന്നത്. പല സമയത്ത് നിങ്ങൾ താഴ്വരകളിലൂടെ കടന്നു പോകേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾ ഒതുക്കപ്പെടും, ചിലപ്പോൾ നിങ്ങൾ തകർക്കപ്പെടും. The glorious gospel of Jesus, യേശുവിന്റെ തേജസ്സിന്റെ സുവിശേഷം ഇങ്ങനെ പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ വെള്ളത്തിലൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും. നീ നദികളിലൂടെ കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടെ നടന്നാൽ വെന്തു പോകുകയില്ല. കേട്ടോ, വെള്ളമുണ്ട്, നദിയുണ്ട്, തീയുണ്ട്. നിങ്ങൾ എത്ര വലിയ ഉന്നതരാണെങ്കിലും, എത്ര വലിയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണെങ്കിലും, എത്ര വലിയ അഭിഷേകമുണ്ടെങ്കിലും, എത്ര വലിയ ദർശനമുണ്ടെങ്കിലും, സ്തോത്രം അതേ മനസ്സിലാക്കണമേ, ചിലപ്പോൾ നിങ്ങൾക്ക് വെള്ളമുണ്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് തീയുണ്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് നദിയുണ്ട്. എന്നാൽ ഗ്യാരണ്ടിയായി പറയട്ടെ, ആ വെള്ളത്തിൽ നിങ്ങൾ മുങ്ങത്തില്ല, ആ നദിയിൽ നിങ്ങൾ ഒലിച്ചു പോകത്തില്ല, ആ തീയിൽ നിങ്ങൾ ചാരമാകത്തില്ല. കാരണം ദൂതനല്ല നിങ്ങൾ ഇറങ്ങി നിൽക്കുന്നത് യഹോവ ശമ, ഗ്രേറ്റ് ഇമ്മാനുവേൽ, ഇമ്മാനുവേലായ വലിയവനായ ദൈവം ആ തീയിലും വെള്ളത്തിലും നിന്നോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് പ്രശ്നം വരും, പ്രശ്നം പോകും, ആ സ്ഥാനത്ത് നീ ഉണ്ടായിരിക്കും. നീ തുടരുക തന്നെ ചെയ്യും. കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തിന്റെ ജനം ദൈവത്തെ സ്തുതിച്ചേ. ഞാൻ കണ്ടിട്ടുണ്ട് വ്യക്തികൾക്ക് നേരെ കാറ്റുകൾ വീശുന്നത്, കുടുംബങ്ങൾക്ക് നേരെ പെരുങ്കാറ്റുകൾ വരുന്നത്, ശുശ്രൂഷകളെയും സഭകളെയും തകർക്കുവാൻ തക്കവണ്ണം സ്തോത്രം ഹൊറൈക്കെയിൻ, ടെമ്പസ്റ്റ്, വലിയ കാറ്റുകൾ വീശുന്നത്. എന്തുകൊണ്ടാണ് ആ കാറ്റുകൾ ജനത്തിൽ കടന്നു വരുന്നത്? സ്തോത്രം. എന്തുകൊണ്ടാണ് ദൈവം ആ കാറ്റുകൾ അനുവദിക്കുന്നത്? ശ്രദ്ധിക്ക്, എന്തുകൊണ്ടാണ് ദൈവം കാറ്റുകൾ അനുവദിക്കുന്നത്? നമ്പർ 1, ഒന്നാമതായി ഞാൻ പറയട്ടെ, which is a natural incidents. അത്
സ്തോത്രം സർവ്വസാധാരണമത്രേ, സർവ്വസാധാരണമത്രേ. സ്തോത്രം ഏത് വ്യക്തിയുടെ മേലും സ്തോത്രം അതേ കൊടുങ്കാറ്റുകൾ കടന്നു വരാം. പ്രാർത്ഥിക്കുന്നവന്റെ മേലും കാറ്റുകൾ വരാം, പ്രാർത്ഥിക്കാത്തവന്റെ മേലും കാറ്റ് കടന്നു വരാം. നീതിമാന്റെ മേലും അവനെ ഉലയ്ക്കുവാൻ കാറ്റുകൾ കടന്നു വരാം, ദുഷ്ടന്റെ മേലും കാറ്റുകൾ കടന്നു വരാം. ഈ നേരത്തെ ഞാൻ പ്രസംഗിക്കുന്ന ഈ സമയത്ത് വെള്ളമടിച്ച് ഓടയിൽ കിടക്കുന്നവന്റെ മേലും കൊടുങ്കാറ്റ് കടന്നു വരും. വേർപാടോടും വിശുദ്ധിയോടും ദൈവകൃപയിൽ ആയിരിക്കുന്നവന്റെ മേലും കാറ്റ് കടന്നു വരും. വേദപുസ്തകം അങ്ങനെ പറയുന്നു. മത്തായി സുവിശേഷം 5-ാം അധ്യായം 45 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ തിരുവചനം പറയുന്നു, ദുഷ്ടന്റെ മേലും ദൈവം വെളിച്ചത്തെ, ദുഷ്ടന്റെ മേലും സ്തോത്രം കർത്താവ് നല്ലവരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുന്നു, നീതിമാൻ മേലും നീതി കെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നു. സഹോദരി സഹോദരന്മാരെ, ദുഷ്ടന്റെ മേലും നീതിമാന്റെ മേലും വെയിൽ വീഴുന്നു, ദുഷ്ടന്റെ മേലും നീതിമാന്റെ മേലും മഴ പെയ്യിക്കുന്നു. Exactly the same manner ദുഷ്ടന്റെ മേലും അതേ കാറ്റ് കടന്നു വരുന്നു, നീതിമാന്റെ മേലും കാറ്റുകൾ കടന്നു വരുന്നു. അർത്ഥം പ്രശ്നം ആരുടെ മേലും കടന്നു വരും. നിങ്ങളുടെ മേൽ എന്റെ നേരെ പല പ്രശ്നം വരുമ്പോൾ റിലീജിയസ് പീപ്പിൾ, മതപിശാച് ഇപ്രകാരം പറയും, നിനക്കെന്തോ കുറവുണ്ട്, ഒന്ന് പരിശോധിച്ച് നോക്ക്, നിനക്കെന്തോ കുറ്റമുണ്ട്, ഒന്ന് മൈക്രോസ്കോപ്പ് എടുത്ത് വെച്ച് നോക്ക്. എനിക്കെന്തോ കുറ്റമുണ്ടെങ്കിലും എന്റെ കണ്ടംനേഷൻ ക്രൂശിൽ യേശു കർത്താവ് ഏറ്റെടുത്തത് കൊണ്ട്, ഹല്ലേലൂയ. നിന്റെ കുറ്റം, നിന്റെ കുറവ്, നിനക്കെന്തോ കുഴപ്പമുണ്ട്, നീ ആള് ശരിയല്ല, നിന്റെ കയ്യിലിരിപ്പ് ശരിയല്ലെന്ന് സാത്താൻ കണ്ടം ചെയ്യുമ്പോൾ, സാത്താൻ നിന്റെ കുറ്റം വിധിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം ദൈവകൃപയാൽ ആ പകയ്ക്കുന്ന പിശാചിനെ മിണ്ടാതാക്കുവാൻ വേണ്ടി ദൈവകൃപയാൽ പറ, എന്റെ കുറവുകൾക്ക് പരിഹാരം, എന്റെ പാപത്തിന് പരിഹാരം കാൽവരി ക്രൂശിന്മേൽ യേശു കർത്താവ് ഏറ്റെടുത്തു കഴിഞ്ഞു. ഹല്ലേലൂയ. റോമർക്ക് ലേഖനം 8:1 പറയുന്നു, അതുകൊണ്ട് ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഇപ്പോൾ ഒരു ശിക്ഷാവിധിയുമില്ല. പിന്നെ എന്തിനാണ് നീതിമാൻ കൊടുങ്കാറ്റിലൂടെ കടന്നു പോകുന്നത്? 34-ാം സങ്കീർത്തനം 19-ാം വാക്യം പറയുന്നു, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, യഹോവ എല്ലാറ്റിൽ നിന്ന് അവനെ വിടുവിക്കുന്ന. രക്ഷിക്കപ്പെട്ട ദൈവകൃപയിലായിരിക്കുന്നു ദൈവപൈതലേ, ഒരു വലിയ കാറ്റ് ഈ ദിവസങ്ങളിൽ നിന്റെ ജോലിക്ക് നേരെ വന്നെങ്കിൽ, നിന്റെ ആരോഗ്യത്തിന് നേരെ വന്നെങ്കിൽ, നിന്റെ സമ്പത്തിൽ ഏതോ കാറ്റുകൾ അടിക്കുന്നുവെങ്കിൽ, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അവയിൽ പകുതിയല്ല, ചിലതല്ല, അവയിൽ എല്ലാറ്റിൽ നിന്ന് പറഞ്ഞാൽ എല്ലാറ്റിൽ നിന്ന് വിടുവിപ്പാൻ ദൈവം പുറപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. 1 പത്രോസിലെ ലേഖനം 4:12 പറയുന്നു, സ്തോത്രം, അതെ നിന്റെ കയ്യിലിരിപ്പെന്തോ നിനക്കെന്തോ കുഴപ്പമുള്ളത് കൊണ്ടല്ല ഈ കൊടുങ്കാറ്റുകൾ കടന്നു വരുന്നു. 1 പത്രോസ് 4:12 വായിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നിങ്ങളുടെ പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിസ്വാധനെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് അതിശയിച്ചു പോകല്ല്. അയ്യോ, എനിക്ക് മാത്രം ഈ കുഴപ്പം, എനിക്ക് മാത്രം ഈ പ്രശ്നമെന്ന് പറയരുത്. സ്തോത്രം, നിങ്ങളുടെ ഇടതോ വലതോ മുൻപിലോ പിൻപിലോ ബ്രാൻഡഡ് ഡ്രസ്സിൽ ഏറ്റവും മനോഹരമായി ഡ്രസ് ചെയ്തിരിക്കുന്ന ഒരു സഹോദരൻ സഹോദരി, നിങ്ങൾ കടന്നു പോകുന്ന തീയേക്കാൾ വലിയൊരു വേദനയിലൂടെ അവർ പോകുന്നു. നിങ്ങൾ അനുഭവിക്കുന്ന വ്യഥയേക്കാൾ മറ്റു വലിയ വ്യഥയിലൂടെ അവർ പോകുന്നു. എന്നാൽ ഞാൻ പറയട്ടെ, ചെറിയ പ്രശ്നമാകട്ടെ വലിയ പ്രശ്നമാകട്ടെ, നീ തൊലയത്തില്ല. നിന്നെ വിടുവിക്കുന്ന വീണ്ടെടുപ്പുകാരൻ നിനക്കായി ജീവിക്കുകയാണ്. സ്വാർക്ക് നേരെയും കാറ്റ് കടന്നു വരാം. നമ്പർ 2, രണ്ടാമത്, കാറ്റുകൾ പെർമനന്റ് അല്ല, കാറ്റുകൾ ടെമ്പററിയാണ്. കാറ്റുകൾ, സ്തോത്രം, അതെ പ്രശ്നമാകുന്ന കൊടുങ്കാറ്റുകൾ അവ പെർമനന്റ് അല്ല, അവർ ടെമ്പററിയാണ്. അടുത്തിരിക്കുന്നവർ തൊട്ട് പറ, നിങ്ങൾ പോകുന്നത് ടെമ്പററിയാണ്. പറഞ്ഞേ, നിങ്ങൾ പോകുന്ന പ്രശ്നങ്ങൾ ടെമ്പററിയാണ്. സ്തോത്രം, അറിഞ്ഞുകൂടാത്തവർ എഴുതിയെടുത്ത് കാണാതെ പഠിക്ക്. ഫോർ എവരി പ്രോബ്ലം there is an expiry date. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. ഫോർ എവരി പ്രോബ്ലം there is an expiry date. നിന്റെ പ്രശ്നം തീരുന്ന, അവസാനിക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ നിന്റെ പ്രശ്നം തീരുന്ന, അവസാനിക്കുന്നതായ സ്തോത്രം ചില ദിവസങ്ങളുണ്ട്. അതെ, ചിലപ്പോൾ ചില മണിക്കൂറുകളായിരിക്കാം ചില പ്രശ്നങ്ങൾ, ചില ആഴ്ചകളായിരിക്കാം, ചില ദിവസങ്ങളായിരിക്കാം, ഇല്ല മാക്സിമം സ്തോത്രം ചില മാസങ്ങളായിരിക്കാം ആ പ്രശ്നം സ്തോത്രം അതെ കടന്നു വരുന്നത്. അറിയാതെ പ്രശ്നം കടന്നു വന്ന് കാണും, അറിയാതെ പ്രശ്നം കടന്നു വന്ന് കാണും. കേക്ക്, അറിയാതെ പ്രശ്നം മാറിപ്പോകും. പ്രശ്നം വരും, പ്രശ്നം പോകും, പക്ഷെ ദൈവകൃപയുള്ള നീ അവിടെ ഉറച്ചിരിക്കും. ഹല്ലേലൂയ. പ്രശ്നം വരും, പ്രശ്നം പോകും. സ്തോത്രം, പ്രശ്നം വരും, പ്രശ്നം പോകും. ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കട്ടെ, പ്രശ്നം തോൽക്കും, പക്ഷേ ആ പ്രശ്നത്തിലായിരിക്കുന്ന നീ പ്രശ്നത്തെ ജയിക്കും. പ്രശ്നം വരും,
പ്രശ്നം പോകും, പക്ഷെ നീ പ്രശ്നത്തെ ജയിക്കും. ഇന്ന് പകൽക്കാലം ഈ സെപ്റ്റംബർ 3-ാം തീയതി ഞാൻ നോക്കുമ്പോൾ ഞാൻ കാണുന്നത് പ്രശ്നത്തെ ജയിച്ച യേശുവിന്റെ ജയമാണ് എന്റെ മുൻപിലിരുന്ന് കൈയടിക്കുന്നത്. പ്രശ്നത്തെ ജയിച്ച യേശുവിന്റെ ജയമാണ് നീ. മറുവശത്ത് പ്രശ്നത്തെ ജയിച്ച സാത്താന്റെ പരാജയമാണ് നീ. നിന്നിൽ രണ്ട് കാര്യം നടന്നിരിക്കുന്നു. നീ യേശുവിന്റെ ജയമാണ്, സെയിം ടൈം നീ സാത്താന്റെ പരാജയമാണ്. നീ സാത്താനെ ജയിച്ചവനാണ്, പ്രോബ്ലംസിന് നീ ജയിച്ചവനാണ്, യേശുവിന്റെ കൃപയാൽ നീ ജയിച്ചവനാണ്. കേട്ടവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാടെ. അതുകൊണ്ട് മനസ്സിലാക്കണമേ, ദൈവത്തിന്റെ കൃപയാൽ സ്തോത്രം. ഈ പ്രശ്നങ്ങൾ ഒന്നും, ഈ കൊടുങ്കാറ്റ്, ഈ രോഗം, ഈ പ്രതിസന്ധി പെർമനന്റ് അല്ല, ഇത് ടെമ്പററി ആണ്. ഇത് വന്നു പോകും, പക്ഷെ നീ എവിടെ ഉണ്ടായിരിക്കുക. നമ്പർ 3, കാറ്റുകൾ എന്ന് പറയുന്നത് സ്തോത്രം, അതെ, അത് മാറുന്നവയാണ്. അവ മാറുന്നവയാണ്, അവർ കടന്നു പോകും, അവ മാറുന്നവയാണ്. അവർ മൂവിങ് ആണ്, അവർ ഷിഫ്റ്റിംഗ് ആണ്, അവർ കടന്നു പോകുന്നവയാണ്. സ്തോത്രം. അത് കടന്നു പോകുമ്പോൾ, ആ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അമേരിക്കൻ ഐക്യനാടിൽ ഹുറിക്കേൻ അല്ലെങ്കിൽ കൊടുങ്കാറ്റുകൾ കടന്നു പോകുന്നതായ സമയത്ത് സ്തോത്രം, അവർക്ക് ചില പ്രത്യേക നിലവറകളുണ്ട്. തിരുവനന്തപുരത്തുണ്ട് നിലവറകൾ. മനുഷ്യൻ നിർമ്മിച്ചതല്ല, തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കുക. സ്തോത്രം. ഒരു കൊടുങ്കാറ്റിൽ നീ കടന്നു പോകുമ്പോൾ തൻ്റെ തൂവലുകൾ കൊണ്ട് ഗ്രേറ്റ് ഇമ്മാനുവേൽ, ശക്തനായ ദൈവം നിന്നെ മറയ്ക്കുക. ഹല്ലേലൂയ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഞാൻ വളരെ കൃത്യമായി പറയട്ടെ, നിന്റെ സന്തോഷകാലത്ത് നീ ദൈവത്തെ അടുത്തറിയുന്നതിനേക്കാൾ, ഒരിക്കൽ കൂടെ, നിന്റെ സന്തോഷകാലത്ത് നീ ദൈവത്തെ അടുത്തറിയുന്നതിനേക്കാൾ നിന്റെ കഷ്ടകാലത്തായിരിക്കും കർത്താവിനെ നീ ഏറ്റവും അടുത്തറിയുന്നത്. ആമേൻ. ഹല്ലേലൂയ. 57-ാം സ്തോത്രം സങ്കീർത്തനം 1-ാം വാക്യം. 57-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഈ അനർത്ഥങ്ങൾ ഒഴിഞ്ഞു പോകും വരെ അങ്ങ് ചിറകിൽ നിഴലിൽ എന്നെ മറയ്ക്കണമേ. 57-ാം സങ്കീർത്തനം 1-ാം വാക്യം. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. വായ്, ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. അതെ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിന്റെ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. വിളിച്ചു പറഞ്ഞാട്ടെ, ഈ ആപത്തുകൾ, ഈ അനർത്ഥങ്ങൾ, ഈ വെല്ലുവിളികൾ ഒഴിഞ്ഞു പോകും. അതവിടെ സ്റ്റാഗ്നന്റ് ആയി നിന്റെ കൂടെ പാർക്കുമെന്നല്ല. ഹല്ലേലൂയ. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് നിസാമുദ്ദീനിൽ ഡൽഹിയിൽ പോകുന്ന രാജധാനി എക്സ്പ്രസിൽ കയറി. കൊച്ചിയിൽ വണ്ടി നിന്നേ ഉള്ളൂ. ഇറങ്ങല്ലേ, ഒന്ന് വണ്ടി നിന്നേ ഉള്ളൂ, പിന്നെ വണ്ടി തുടരുകയാണ്. അർത്ഥം സ്തോത്രം, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകും. നിന്നെ അക്കര വിളിച്ചവനായ കർത്താവ് നിന്നെ അക്കര എത്തിക്കുക തന്നെ ചെയ്യ. സ്തോത്രം. അതുവരെ നീ തൊലഞ്ഞു പോകാതിരിപ്പാൻ അവൻ തൻ്റെ ചിറകിൽ നിഴൽ നിന്നെ മറയ്ക്കും. 91-ാം സങ്കീർത്തനം 4-ാം വാക്യം അങ്ങനെ പറയുന്നു. സ്തോത്രം. തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കുക. മലാക്കി പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം പറയുന്നു. സ്തോത്രം. അത് അവൻ്റെ അവൻ്റെ ചിറകിൽ നിഴലിൽ നിനക്ക് രോഗോപശാന്തി ഉദിക്കുക. ഇന്ന് പകൽക്കാലം ഈ സഭായുഗത്തിൽ ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ദൂത് തയ്യാറാക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഈ അനുഭവം ഇന്ന് പകൽക്കാലം ഈ ദൂത് കേൾക്കുന്ന പലർക്കുണ്ടാകും. ആരോ എന്നെ മറക്കുന്നത് പോലെ, എന്തോ എന്നെ മറക്കുന്നത് പോലെ, ആരോ എന്നെ മറക്കുന്നത് പോലെ, എന്തോ എന്നെ മറക്കുന്നത് പോലെ, ലിറ്ററലി ആരൊക്കെയോ ഇന്ന് പകൽക്കാലം സൂപ്പർ നാച്ചുറൽ ആയ അപ്പച്ചന്റെ സ്പർശനം അനുഭവിപ്പാൻ വേണ്ടി പോകുന്നു. അനർത്ഥങ്ങൾ ഒഴിഞ്ഞു പോകും വരെ അവൻ അനർത്ഥങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ദുഷ്ട മനുഷ്യന് ഇട്ടുകൊടുക്കത്തില്ല. അവൻ മറയ്ക്കേണ്ട ഇടത്ത് നിന്നെ മറയ്ക്കുക തന്നെ ചെയ്യാം. കാറ്റുകൾ കടന്നു പോകുകയാണ്. എന്നാൽ കാറ്റുകൾ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കുക, കാറ്റ് വിവിധ വ്യക്തികളിൽ, വിവിധ കുടുംബങ്ങളിൽ, വിവിധ പ്രദേശങ്ങളിൽ, വിവിധ ഫോഴ്സിലാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. സ്തോത്രം. വിവിധ സമ്മർദ്ദങ്ങളാണ് നൽകുന്നത്. 2004 സ്തോത്രം, അതെ, ഫ്ലോറിഡ എന്ന സംസ്ഥാനത്ത് അമേരിക്കയിൽ ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി പോയി. അന്നവിടെ സ്തോത്രം ഒരു കാറ്റ് വീശി. അതിൻ്റെ പേര് ചാർലി എന്നാണ്. 150 മൈൽ പെർ അവർ, 240 കിലോമീറ്റർ വേഗതയിലുള്ളതായ ഒരു കാറ്റ്, 240 മൈൽ വേഗതയുള്ളതായ
വലിയതായ കാറ്റ്. സ്തോത്രം. അതിൻ്റെ എന്ന് പറയും, അതിൻ്റെ കേന്ദ്രബിന്ദു അത് കടന്നു പോകുന്നത് അവിടെ നിന്ന് പ്രോബബ്ലി ഒരു 40 കിലോമീറ്റർ അകലെയാണ്. 40 കിലോമീറ്റർ. അവിടെ ഭയങ്കര സമ്മർദ്ദമായിരിക്കും, ഭയങ്കര സ്തോത്രം, അതെ, ബലമായിരിക്കും. വീടുകൾക്ക് വാഹനങ്ങൾക്കൊന്നും അവിടെ നിൽപ്പാൻ കഴിയത്തില്ല. അവിടെ നിന്ന് 40 കിലോമീറ്റർ അകലെ ഒരു ഭവനത്തിൽ ഞാൻ പാർക്കുകയാണ്. പിറ്റേ ദിവസം കൺവെൻഷൻ ആരംഭിക്കുന്നു. തലേ ദിവസം ഞാൻ വെടിയെത്തി. സ്തോത്രം. ചാർലി പോകുകയാണ്. സ്തോത്രം. ഒരു കാറ്റിൻ്റെ പേരാണ് ചാർലി പോകുകയാണ്. ഞാൻ പാർത്തതായ ആ റൂമിൽ 2 വാതിലുണ്ടായിരുന്നു. ഒന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ട വാതിൽ, മറ്റൊന്ന് ആ വീടിൻ്റെ മറ്റൊരു ലിവിംഗ് റൂമിലേക്ക് കയറേണ്ട വാതിൽ. സ്തോത്രം. അമേരിക്കൻ കാറ്റ് അനുഭവിക്കാൻ തന്നെ തീരുമാനിച്ചു. സ്തോത്രം. മഴ ശക്തമായി പെയ്യാൻ തുടങ്ങി. കുറച്ച് കൽമഴ പെയ്തു. അതിനുശേഷം കാറ്റ് ശക്തിയായി വീശുവാൻ തുടങ്ങി. ആ കാറ്റത്ത് ഞാൻ ഇറങ്ങി നിന്നു. ഇന്നാണെങ്കിൽ ഇറങ്ങി നിൽക്കത്തില്ല, കാരണം എനിക്ക് തോന്നത്തില്ല. കാരണം ഇറങ്ങി നിന്നപ്പോൾ ആ ചെറിയ ചില്ലകൾ, മരച്ചില്ലകൾ ഒടിഞ്ഞൊടിഞ്ഞിങ്ങനെ വേഗത്തിൽ വന്ന് ബോഡിയിൽ അടിക്കുകയാണ്. ചില സെക്കൻഡുകൾ നിന്നു തിരിച്ചു ഓടിക്കയറി. കാരണം സ്തോത്രം, കാറ്റിൻ്റെ ശക്തി വളരെ വലുതായിരുന്നു. വളരെ ശ്രദ്ധിക്കുക. എന്നാൽ കടന്നു പോകുന്ന സ്ഥലത്ത്, അതിൻ്റെ കേന്ദ്ര സ്ഥാനം കടന്നു പോകുന്ന സ്ഥലത്ത് സ്തോത്രം, അതെ, അതിൻ്റെ ബലം ഇതുപോലെയല്ല. ഭവനങ്ങളെ തകർത്ത് കളയും, വാഹനങ്ങളെ ചുരുട്ടി എറിയും. അവിടെ നിന്ന് 10 സ്തോത്രം മൈൽ മാറിയുള്ളതായ സ്ഥലത്താണെങ്കിൽ ശക്തി കുറഞ്ഞിരിക്കും. സോ ഒരു വ്യക്തിയിൽ അടിക്കുന്നത് പോലെയല്ല വേറൊരു വ്യക്തിയിൽ, ഒരു വീട്ടിൽ അടിക്കുന്നത് പോലെയല്ല വേറൊരു വ്യക്തിയിൽ. അർത്ഥം സ്തോത്രം, നിന്റെ മേൽ അടിക്കുന്ന പോലെയല്ല എൻ്റെ മേൽ അടിച്ചത്, എൻ്റെ മേൽ അടിക്കുന്നത് പോലെയല്ല നിന്റെ മേൽ അടിക്കുന്നത്. എന്താ ചേച്ചി തുറിച്ചു നോക്കുന്നത്? എൻ്റെ മേലടിച്ചത് നിന്റെ മേലടിച്ചിരുന്നെങ്കിൽ നിന്നെ ഊളംപാറ വന്ന് ഞാൻ കാണണമായിരുന്നു. എന്നാൽ നമ്മുടെ കപ്പാസിറ്റി, ഞാൻ എന്തോ പറഞ്ഞേ, സ്തോത്രം, അതെ, നമ്മുടെ കപ്പാസിറ്റി എന്തെന്ന് എൻ്റെ ദൈവത്തിന് വളരെ നന്നായി അറിയാം. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ കപ്പാസിറ്റി എന്തെന്ന് ദൈവത്തിന് അറിയാം. നിനക്ക് നേരെ വന്നത് വേറൊരുത്തന് വന്നെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്തേനെ. നിനക്ക് വന്നത് വേറൊരു കുടുംബത്തിന് വന്നെങ്കിൽ അവർ പിന്മാറിപ്പോയേനെ. നിനക്ക് വന്ന വെല്ലുവിളി വേറൊരുത്തന് വന്നെങ്കിൽ ഈ പുസ്തകം മാറ്റി വെച്ചിട്ട് വേറെ വല്ല പണിക്ക് പോയേനെ. എന്നാൽ കാറ്റിന് മുൻപ് മാറ്റിപ്പിടിച്ച പുസ്തകം കാറ്റിൽ കഴിയുമ്പോൾ നമ്മൾ ചേർത്ത് പിടിച്ചു നടക്കുന്നത്. He knows our capacity. നിന്റെ ബലം അവന് നന്നായിട്ട് അറിയാം. 1 കൊരിന്ത്യർ ലേഖനം 10:13 പറയുന്നു. 1 കൊരിന്ത്യർ 10:13 വായിക്കുമ്പോൾ പൗലോസ് ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച് പറയുകയാണ്. 1 കൊരിന്ത്യർ 10:13 വായിക്കുമ്പോൾ സ്തോത്രം, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. ആര് വിശ്വസ്തൻ? പാസ്റ്ററല്ല, ഡീക്കനല്ല, ഒരൊറ്റ വിശ്വാസികളല്ല. പകരം വിളിച്ചു പറ ഒരിക്കൽ കൂടെ, ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ, നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഒരുക്കും. ഹല്ലേലൂയ. നിന്റെ ബലം എത്രത്തോളമാണ് നിന്റെ കപ്പാസിറ്റി, അത് മാത്രമേ ദൈവം സ്തോത്രം അയക്കത്തുള്ളൂ. അതുകൊണ്ട് വേറെ ആർക്കും ഇല്ലാത്തതായ പരീക്ഷ നിങ്ങൾക്ക് നേരെ വന്നിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നീ തൊട്ടാവാടി വിശ്വാസിയല്ല. പകരം യു ആർ എ സിഡാർ ട്രീ. നീ ലെബാനോനിലെ ദേവദാരുവാണ്. ഹല്ലേലൂയ. വേറെ ആർക്കുമില്ലാത്ത വെല്ലുവിളി, വേറെ ആർക്കുമില്ലാത്ത സ്തോത്രം, അതേ, കണ്ണുനീര്, വേറെ ആർക്കുമില്ലാത്ത ശോധന നിനക്ക് വന്നിട്ടുണ്ടെങ്കിൽ നീ മറ്റുള്ളവരെ പോലെയല്ല. അടുത്തിരിക്കുന്നവർ ഹൈ ഫൈ കൊടുത്ത് പറ, സ്തോത്രം, ഗോഡ് നോസ് മീ. ദൈവത്തിന് എന്നെ അറിയാം. പറഞ്ഞാട്ടെ, പറ, ദൈവത്തിന് എന്നെ അറിയാം. ഒരു കാറ്റടിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് പഴയതുപോലെ തുടരുവാൻ കഴിയത്തില്ല. ഒരു കാറ്റടിച്ചാൽ പണ്ടത്തെ പോലെ ഞാൻ അതേ ഷേപ്പിലായിരിക്കണം, നടക്കത്തില്ല. തിരുവനന്തപുരത്ത് കാറ്റ് വരാതിരിക്കട്ടെ, പക്ഷേ കഷ്ടകാലത്തിന് ഒരു കാറ്റ് കയറി ഇറങ്ങിയാൽ ഒരു മനോരമയും പറയണ്ട, സ്തോത്രം, ഇതുവഴി കൊടുങ്കാറ്റ് പോയെന്ന്. സ്തോത്രം, അതേ, കെട്ടിടങ്ങൾ ഉലഞ്ഞു നിൽക്കുകയാണ്, മരങ്ങൾ ചെതറി നിൽക്കുകയാണ്, മരങ്ങൾ കീറി നിൽക്കുകയാണ്. അങ്ങനെ ഉലഞ്ഞും കീറിയും നിൽക്കുന്ന മരങ്ങളും ഉലഞ്ഞു നിൽക്കുന്ന കെട്ടിടങ്ങളും കാണുമ്പോൾ നമുക്കറിയാം, ഇതുവഴി മുഖ്യമന്ത്രിയല്ല പോയത്, ഇതുവഴി ഏതോ കൊടുങ്കാറ്റാണ് കടന്നു പോയത്. ഒരിക്കലും ഒരു കാറ്റ് പോയാൽ ഒരു കുടുംബത്തിന് പഴയതുപോലെ ആയിരിക്കാൻ കഴിയത്തില്ല. ഒരു കാറ്റ് പോയാൽ ഒരു വ്യക്തിക്കും ഒരിക്കലും പഴയതുപോലെ ആകുവാൻ കഴിയത്തില്ല. അർത്ഥം, കാറ്റടിക്കുന്നെങ്കിൽ നിന്റെ കംഫർട്ട് സോണിൽ നിന്ന് തമ്പുരാൻ നിന്നെ പുറത്തെടുക്കുന്നെങ്കിൽ നിന്നെ തൊലയ്ക്കാനല്ല, ബെറ്റർ ഷേപ്പിലേക്ക് എത്തിപ്പാൻ.
ആരോ കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞു, എന്നെ കുറച്ചുകൂടെ നന്നാക്കണമേ, എന്നെ കുറച്ചുകൂടെ വർദ്ധിപ്പിക്കണമേ, എന്നെ കുറച്ചുകൂടെ വളർത്തണമേ, എന്നെ കുറച്ചുകൂടെ അനുഗ്രഹമാക്കണമേ എന്ന് പറയുന്നെങ്കിൽ നിനക്കുള്ള ദൂതാണ്. ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി. ഒരു കാറ്റടിക്കാൻ വേണ്ടി പോകുന്നു, ഒരുങ്ങിക്കോ. ഇന്ന് പകൽക്കാലം പ്രവചന ശബ്ദമായി ഒരു കോച്ചിന്റെ രൂപത്തിലാണ് ഞാൻ ഇറങ്ങിയത്. ഒരു പ്രവചന ശബ്ദമായി ഒരു കോച്ചായി പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? നാളെ ഏത് കൊടുങ്കാറ്റ് വന്നാലും നീ എവിടെ ഉണ്ടാവും. ഒരു കാറ്റടിച്ചാൽ ഒരിക്കലും നിനക്ക് പഴയതുപോലെ ആകുവാൻ കഴിയത്തില്ല. എക്സാമ്പിൾ സ്തോത്രം. യെരുശലേം ചർച്ചിലേക്ക് നോക്കിയാട്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം യേശു കർത്താവ് പറഞ്ഞു, "Ye shall receive power and become my witnesses in Jerusalem, Judea, Samaria and uttermost part of the earth." നിങ്ങൾ ശക്തി ലഭിച്ച ശേഷം യെരുശലേമിലും യഹൂദിയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. നിങ്ങൾ ശക്തി ലഭിച്ച ശേഷം എന്റെ സാക്ഷികളാകും. അവന്മാർ പോയില്ല, ഭൂമിയുടെ അറ്റത്തോളം പോകണം, പോയില്ല. അവര് സ്റ്റാഗ്നന്റ് ആയി എവിടെ ഇരുന്നു? അക്കാലത്ത് 3000 പേർ സ്നാനപ്പെട്ടു, പുരുഷന്മാർ മാത്രം. 5000 പേർ സ്നാനപ്പെട്ടു, അതും പുരുഷന്മാർ മാത്രം. പ്രോബബ്ലിയും 40,000 50,000 വിശ്വാസികൾ യെരുശലേം പട്ടണത്തിൽ ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടി കൂടി വന്നു. അവർ ആടി പാടി കൂടി സ്തോത്രം അവിടെയായി. 1:8 അനുസരിച്ചില്ല. എന്തോ അനുസരിച്ചില്ല? പറ. 1:8 അനുസരിച്ചില്ല. ഒരിക്കൽ കൂടെ 1:8 അനുസരിക്കാത്തത് കൊണ്ട് 8:1 ദൈവം അനുവദിച്ചു. 1:8 അനുസരിക്കാത്തത് കൊണ്ട് 8:1 അനുസരിച്ചു. 8:1 ദൈവം അനുവദിച്ചു. 8:1 അപ്പോസ്തലന്മാർ ഒഴികെയുള്ള സകലരും സ്തോത്രം ചിതറിപ്പോയി. അപ്പോസ്തലന്മാർ ഒഴികെയുള്ള സകലരും ചിതറിപ്പോയി. അന്നൊരു ചിതറുന്നതായ അനുഭവം ഉണ്ടായതുകൊണ്ട്, അന്നൊരു അഗ്നിപർവ്വത സ്ഫോടനം പോലെയുള്ള ഒരു അനുഭവം അന്ന് യെരുശലേം ചർച്ചിൽ വന്നതുകൊണ്ട് കേരളത്തിൽ സുവിശേഷം എത്തി. ഓ കം ഓൺ, ഹല്ലേലൂയ. അന്നൊരു കൊടുങ്കാറ്റ് യെരുശലേം ചർച്ചിന് അടിച്ചത് കൊണ്ട് യെരുശലേം ചർച്ചിൽ നിന്നൊരു മിഷണറി കേരളത്തിൽ വന്ന്. ഓ ഹല്ലേലൂയ. യെരുശലേം ചർച്ചിൽ നിന്നൊരു മിഷണറി, ഈ മിഷണറി സംസ്ഥാനത്ത് വന്നു. പറമക്കളെ, ആ മിഷണറിയുടെ പേരെന്ത്? ആ മിഷണറിയുടെ പേരെന്ത്? സ്തോത്രം. സാധു കൊച്ചുകുഞ്ഞു ഉപദേശി അല്ല. പറ. ആ മിഷണറിയുടെ പേരെന്ത്? സാധു സുന്ദർ സിംഗ് അല്ല. യെരുശലേം ചർച്ചിൽ നിന്ന് സ്തോത്രം ഒരു മിഷണറി, ഈ മിഷണറി സംസ്ഥാനത്തേക്ക് വന്നു. അദ്ദേഹത്തിന്റെ പേരാണ് തോമസ് അപ്പോസ്തലൻ. താങ്ക് ഗോഡ് ഫോർ അപ്പോസ്റ്റൽ തോമസ്. അപ്പോസ്തലൻ തോമസ് സ്തോത്രം അതെ യെരുശലേമിൽ നിന്ന് വന്നു. ആ വെബ്സ്റ്റീൻ കാണുന്ന ഏതോ മന്ദബുദ്ധി ചിന്തിക്കുന്നു ഇത് അമേരിക്കൻ മതമെന്ന്. സ്തോത്രം. അമേരിക്കൻ മതമല്ല. യേശു വന്നത് അതെ ലോസ് ഏഞ്ചൽസിലല്ല. യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് ന്യൂയോർക്കിലല്ല. യേശു വന്നത് ഭൂമിയുടെ മധ്യസ്ഥലമായ യെരുശലേമിൽ. യേശു ഏഷ്യയിൽ വന്നു, ഏഷ്യയിൽ ജീവിച്ചു, ഏഷ്യയിൽ സഞ്ചരിച്ചു, ഏഷ്യയിൽ ശുശ്രൂഷിച്ചു. തിരുവചന പ്രകാരം ഏഷ്യയുടെ പ്രധാനപ്പെട്ട സ്ഥലമായ യെരുശലേമിൽ യേശു കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. ആ യെരുശലേമിൽ കൂടിയിരുന്ന 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവിനെ കർത്താവ് പകർന്നു. ആ യെരുശലേം ചർച്ചിൽ കാറ്റടിച്ചു. സ്തോത്രം. തോമസ് അപ്പോസ്തലൻ അതെ കേരളത്തിൽ വന്നു, അഥവാ ഇന്ത്യയിൽ വന്നു. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. ഒരു കാറ്റടിച്ചാൽ ഒരിക്കലും നിനക്ക് പഴയ സ്ഥിതിയാകുവാൻ കഴിയത്തില്ല. എൻ്റെ പ്രാർത്ഥന ഇതാണ്, ദൈവം ഇല്ലാത്തതായ സകല ട്രഡീഷൻ പൊളിഞ്ഞു പോകട്ടെ, ദൈവമില്ലാത്ത സകല സിസ്റ്റം പൊളിഞ്ഞു പോകട്ടെ, ദൈവം ആഗ്രഹിക്കാത്തതായ സകല മണ്ണിടങ്ങൾ പൊളിഞ്ഞു പോയിട്ട് ഈ ദിവസങ്ങളിൽ ഒരു കാറ്റ് ഞങ്ങളുടെ മേൽ അടിക്കട്ടെ കർത്താവേ. അങ്ങയുടെ പദ്ധതി ഞങ്ങളിൽ വെളിപ്പെടുവാൻ, അങ്ങയുടെ പ്രവൃത്തി ഞങ്ങളിൽ വെളിപ്പെടുവാൻ, ഞങ്ങൾ കേട്ട സകല പ്രവചനങ്ങളുടെ നിവർത്തീകരണം ഉണ്ടാകുവാൻ, ഞങ്ങൾ കേട്ട സകല പ്രവചനത്തിന്റെ നിവർത്തീകരണം ഉണ്ടാകുവാൻ. Oh, allow us. Let the wind of God, അങ്ങയുടെ കാറ്റ് ഞങ്ങളുടെ മേൽ അടിക്കുമാറാകട്ടെ. രണ്ട് കരങ്ങളെ അടിച്ച് ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. സ്തോത്രം. ദൈവം കാറ്റ് നിന്റെ മേൽ അനുവദിക്കുന്നത് കേക്ക്. ദൈവം ഒരു കാറ്റ് നിന്റെ മേൽ അനുവദിക്കുന്നത് നീ ആരെന്ന് തെളിയിപ്പാൻ വേണ്ടിയാണ്.
ഒരിക്കൽ കൂടെ ദൈവം ഒരു കാറ്റ് നിന്റെ മേൽ അനുവദിക്കുന്നത് നീ ആരെന്ന് തെളിയിപ്പാൻ വേണ്ടിയാണ്. നിന്നെ മൈൻഡ് ചെയ്യാത്ത ജനത്തിന്റെ നടുവിൽ, നിന്നെ വില കൽപ്പിക്കാത്ത ജനത്തിന്റെ നടുവിൽ, നിന്നെ ചവിട്ടുമത്ത പോലെ ചവിട്ടി തേക്കുന്ന അതേ ജനത്തിന്റെ നടുവിൽ നിന്റെ അഭിഷേകത്തെ, നിന്റെ വിളിയെ എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാതെ അവൻ ആരെ എന്ത് ചോദിക്കുന്നതാ അവഹേളിക്കുന്ന ജനത്തിന്റെ നടുവിൽ സ്തോത്രം, നീ സോക്കി അല്ല, നീ റോക്കി എന്ന് തെളിയിപ്പോൾ നീ മണലിന്മേലല്ല, നീ പാറമേലാണ് പണിതിരിക്കുന്നത് തെളിയിപ്പാൻ ദൈവം കാറ്റ് അനുവദിക്കുക. മത്തായി സുവിശേഷം 7-ാം അധ്യായം 24-25 വാക്യത്തിൽ പുസ്തകം പറയുന്നു, 2 വീടുകൾ അവിടെ ഉണ്ടായിരുന്നു, രണ്ടും ഒരുപോലെ പണിത്. സ്തോത്രം. പക്ഷെ ഒന്ന് പണിതത് മണലിന്മേലാണ്, വേറൊന്ന് പണിതത് പാറമേലാണ്. മണൽമേൽ പണിവാൻ വളരെ എളുപ്പമാണ്. പെട്ടെന്ന് വലിയ ബ്രദർ ആകണം, പെട്ടെന്ന് ഫേമസ് ആകണം, പെട്ടെന്ന് യൂട്യൂബ് വേണം, പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് വേണം, പെട്ടെന്ന് ഫേമസ് ആകണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ഇതിന്റെ മേലെ പോയിട്ട് താഴേക്ക് ചാടിയാൽ മതി, പെട്ടെന്ന് ഫേമസ് ആകാം. സ്തോത്രം. അത് ആത്മഹത്യാപരമാണ് പെട്ടെന്ന് ഫേമസ് ആകുന്നത്. മണൽമേൽ പണിക്കുന്നത് പെട്ടെന്ന്, സ്തോത്രം, അതെ പെട്ടെന്ന് പണിയാം. പക്ഷെ പാറമേൽ പണിക്കുന്നത് അങ്ങനെയല്ല. പാറമേൽ പണിക്കുന്നത് വില കൊടുക്കണം. പാറമേൽ പണിയുമ്പോൾ ചിലപ്പോൾ മുറിവേൽക്കാം, പാറമേൽ പണിയുമ്പോൾ ചിലപ്പോൾ സ്ട്രെസ്സും സ്ട്രെയിനും കൂടുതലായിരിക്കും. പക്ഷെ ഞാൻ ഗ്യാരണ്ടിയായി പറയട്ടെ, ഒരു കൊടുങ്കാറ്റിനും ഒരു പെരുങ്കാറ്റിനും പാറമേൽ പണിതതിനെ പൊളിക്കുവാൻ കഴിയാത്തില്ല. ഹല്ലേലൂയ. നീ ആരെന്ന് തെളിക്കുന്നത്, നിന്റെ വിശ്വാസം, നിന്റെ ആശ്രയം, നിന്റെ അഭിഷേകം, നിന്റെ ശുശ്രൂഷ അത് മറ്റണ്ണാന്മാരെ പോലെയല്ല. നീ വ്യത്യസ്തമെന്ന് തുറച്ചു നോക്കുന്ന അസൂയ കണ്ണുകളുടെ നടുവിൽ നിനക്കെതിരെ വിഷം മുറ്റിയ നാവുകൾ മുളയ്ക്കുന്ന ഇസബേലുകളുടെ മുൻപിൽ നീ ആരെന്ന് തെളിയിക്കുന്നത് അതെ ഒരു കാറ്റ് വന്നു പോകുമ്പോഴാണ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന 2 പേരെ തൊട്ട് പറയും, ഈ കാറ്റിന് ശേഷം നമ്മളിവിടെ ഉണ്ടാവും. പറഞ്ഞാട്ടെ, ഈ കാറ്റിന് ശേഷം നമ്മളിവിടെ ഉണ്ടാകും. തിരുവചനം പറയുന്നു, സ്തോത്രം, അതെ ആ കാറ്റ്, സ്തോത്രം, വന്നു പോയി. കാറ്റ് വന്നു പോയപ്പോൾ മണൽമേൽ പണിതവൻ ഇല്ല, പക്ഷേ പാറമേൽ പണിതവൻ അവിടെയുണ്ട്. വിശ്വാസത്തിൽ ഞാനിവിടെ ഉണ്ടെന്ന് പറയുന്നവർ മാത്രമേ കരങ്ങളെ ഉയർത്തിയാടെ. വീട്ടിൽ പോകണം, ആ മിററിൽ നോക്കണം. വീട്ടിൽ പോയി ആ മിററിൽ നോക്കുമ്പോൾ ഞാൻ വിളിച്ചു പറയട്ടെ, there will be a miracle in the mirror. You can see, you are going to see a miracle on the mirror. നിന്റെ മിററിൽ നീ ഒരു അത്ഭുതം കാണും. നിന്നെ വകവയ്ക്കാത്ത ബന്ധുക്കളുടെ നടുവിൽ, നിന്നെ വില കുറച്ച് കാണിക്കുന്ന സമൂഹത്തിന്റെ നടുവിൽ ആ മിററിൽ നോക്കുമ്പോൾ നിനക്ക് കാണുവാൻ കഴിയും, you are a living miracle. വീണ്ടും ടി.എൽ. ഓസ്ബോൺ തിരുവനന്തപുരത്ത് വരണ്ട, ഓർ റോബർട്ട്സ് നായരത്ത് സ്റ്റേഡിയത്ത് പ്രസംഗിക്കണ്ട, ഒരത്ഭുതം കാണാൻ വീട്ടിൽ പോയി ആ മിററിൽ നോക്കിയാട്ടെ. വീട്ടിൽ പോയി ആ മിററിൽ നോക്ക്. നിനക്ക് നേരെ തലങ്ങും വിലങ്ങും പല കാറ്റുകൾ വീശി, രോഗത്തിന്റെ രൂപത്തിൽ, അപകടത്തിന്റെ രൂപത്തിൽ, കൂടോത്രത്തിന്റെ രൂപത്തിൽ, പ്രശ്നത്തിന്റെ രൂപത്തിൽ, ശത്രുക്കളുടെ രൂപത്തിൽ പല കൊടുങ്കാറ്റുകൾ വീശി. പക്ഷേ സ്റ്റിൽ നീ തൊലങ്ങില്ല. കൈയടിക്കുന്നെങ്കിൽ നേരെ കൈയടിച്ച് ഹല്ലേലൂയ. ഒരു കൊടുങ്കാറ്റ് ദൈവം നിന്റെ ജീവിതത്തിൽ അനുവദിക്കുമ്പോഴാണ് നീ എന്തോന്നിനാണ് വില കൊടുക്കുന്നത്, എന്തിനാണ് നീ വില കൊടുക്കുന്നത് മനസ്സിലാക്കുന്നത്. ഇതൊക്കെ മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. നീ പലതിന് പല വില കൊടുത്തിട്ടുണ്ട്, പലതിന് വില കൊടുത്താണ് നീ ജീവിക്കുന്നത്. പക്ഷേ സ്തോത്രം, വില കൊടുക്കേണ്ടതിന് നീ വില കൊടുത്തോ എന്നറിയുന്നത് നിന്റെ കംഫർട്ട് സോണിൽ സുരക്ഷിതമായി നീ ഇരിക്കുമ്പോഴല്ല, കൊടുങ്കാറ്റടിക്കുമ്പോഴാണ്. സ്തോത്രം. ആത്മീയത്തിന് നീ എത്രത്തോളം വില കൊടുക്കുന്നു, ദൈവത്തിന് നീ എത്രത്തോളം നിന്റെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നു എന്നറിയുന്നത് നിന്റെ ലൈഫിൽ, സ്തോത്രം, ചോദിക്കുമ്പോൾ എല്ലാം കിട്ടുമ്പോഴല്ല. എനിക്ക് വലിയ കാറും, എനിക്ക് വലിയ വീടും, എനിക്ക് ഇന്ന ആഗ്രഹമുണ്ട്, മറ്റേ പ്രയർ റിക്വസ്റ്റ് ഉണ്ട്, എനിക്ക് ഇങ്ങനെ ആകണമെന്നുണ്ട്, നീ ചോദിക്കുമ്പോൾ ഏറ്റിയമായി കിട്ടുമ്പോഴല്ല. സ്തോത്രം, നീ ആത്മീയതയ്ക്ക്, ദൈവത്തിന് പ്രാധാന്യം കൊടുത്തെന്ന് അറിയുന്നത് ഒരു കൊടുങ്കാറ്റ് വീശുമ്പോൾ. എന്താ തുറച്ചു നോക്കുന്നേ? ഹല്ലേലൂയ. വിശ്വാസികൾ പിതാവായ അബ്രഹാം പറഞ്ഞു, ഒരു ഭയങ്കര കാറ്റ്, എൻ്റെ അടിത്തറ പറിക്കുന്നതായ ഭയങ്കര ഒരു കാറ്റ് ഒരിക്കൽ എൻ്റെ മേൽ വീശിയുണ്ടായി. 22-ാം അധ്യായത്തിൽ ഇതാ കാറ്റ് വീശിയാണ്. ഉൽപ്പത്തി 22-ൽ സ്തോത്രം, നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ ഇസഹാക്കിനെ
മോര്യാമലയിൽ കൊണ്ടുപോയി അവനെ ഹോമയാഗം കഴിക്കുക. മീനിങ് പച്ച മലയാളത്തിൽ ഇതാണ്: നീ സ്നേഹിക്കുന്ന നിന്റെ മകനാകുന്ന യിസ്ഹാക്കിനെ ആ മോര്യാമലയിൽ, ഞാൻ കാണിക്കുന്ന മലയിൽ കൊണ്ടുപോയി പ്ലം കേക്ക് മുറിക്കുന്നത് പോലെ ഖണ്ഡമായി മുറിച്ച് തീ വച്ചവനെ എരിച്ച് ചാരമാക്കുക. ആ ശോധനയുടെ പെരുങ്കാറ്റ് അടിക്കുകയാണ്. അബ്രഹാം പ്രാധാന്യം കൊടുത്തത് യിസ്ഹാക്കിനല്ല, സാറയുടെ വാക്കിനല്ല, മറ്റുള്ള ഡിസ്കഷനല്ല, വേറെ എല്ലാവരെയും അവൻ മാറ്റി നിർത്തി. എല്ലാവരെ മാറ്റി നിർത്തി. വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് അവൻ എണ്ണി. വിളിച്ച ദൈവം വിശ്വസ്തൻ എന്നവൻ എണ്ണി. ഇത് പകൽക്കാലം നിനക്ക് വേണ്ടി ഇത് പ്രോപ്പർട്ടി അല്ല, കാറല്ല, കോടികളുടെ സമ്പാദ്യമല്ല. നിന്റെ ജീവിതം അപ്പാടെ മാറാൻ നിനക്ക് ആവശ്യം ദൈവത്തെയാണ്. ഹല്ലേലൂയ. നിനക്ക് ആവശ്യം സ്തോത്രം ദൈവത്തെയാണ്. വലത് കരങ്ങൾ ഉയർത്തി എല്ലാവരും പറ: ആദ്യ സ്നേഹം കർത്താവിന്. ശബ്ദം ഉയർത്തി പറഞ്ഞേ: ആദ്യ സ്നേഹം കർത്താവിന്. യെസ്, അതാണ് അബ്രഹാമിൽ നിനക്ക് കാണുവാൻ കഴിയുന്നത്. ആ ശോധനയുടെ കാറ്റ് അടിക്കുമ്പോൾ അവൻ സ്നേഹിച്ചത് സ്തോത്രം സാറയുടെ വാക്കല്ല, അവൻ നമ്പിയത് മറ്റ് ദേശ പ്രമുഖന്മാരുടെ ശബ്ദത്തെയല്ല, അവൻ സ്തോത്രം ട്രസ്റ്റ് ചെയ്തത്, വിശ്വസിച്ചത് ദൈവത്തെ അത്രേ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, കടൽ കരയിലെ മണൽത്തരികളെ പോലെ ഇശ്മായേലിൽ നിന്നല്ല, ഈ ഇസ്ഹാക്കിൽ നിന്ന് മക്കളെ തരുമെന്ന് സ്തോത്രം അബ്രഹാം വിശ്വസിച്ചു. ഈ ഇശ്മായേലിൽ നിന്നല്ല, ഇസ്ഹാക്ക്. സോ ഇസ്ഹാക്ക് ഒരു ഒടുക്കമല്ല, ഇസ്ഹാക്ക് ഒരു തുടക്കമാണ്. ഇസ്ഹാക്ക് ഒരു ഒടുക്കമല്ല, ഇസ്ഹാക്ക് ഒരു തുടക്കമാണ്. ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തെ നോക്കി പരിശുദ്ധാത്മാവിനെ ഞാൻ പ്രവചിക്കട്ടെ: എന്തെങ്കിലും ഇമ്മിണി നന്മകൾ ചെറുത് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് ഒടുക്കമല്ല. നിന്റെ ലൈഫിൽ അത് വർദ്ധിപ്പാൻ വേണ്ടി പോകുന്നു, അത് തുടക്കമാണ്. ഹല്ലേലൂയ. തിരുവചനം പറയുന്നു, അബ്രഹാം പോയി, അവൻ കത്തി ഉയർത്തി. നിങ്ങൾക്കറിയാം ആ സ്റ്റോറി. ഉയർത്തിയ കത്തിക്കും ചെറുക്കൻ്റെ കടുത്തിന് മധ്യത്തിൽ ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെട്ടു. ദൈവ ശബ്ദം അവൻ കേട്ടു. യേശുവിൻ നാമത്തിൽ ദൈവത്തിന് വില നീ കൊടുക്കുമ്പോൾ, ദൈവത്തിൻ്റെ നീ വിലയും നിലയും കൊടുത്ത് ജീവിക്കുമ്പോൾ, കൊടുക്കേണ്ട ദൈവത്തിനും നിലയും വിലയും കൊടുത്ത് ജീവിക്കുമ്പോൾ, നിന്റെ പ്രോമിസസ്, നിന്റെ വാഗ്ദത്തങ്ങൾ ഒരിക്കലും ചാരമാകത്തില്ല. ഹല്ലേലൂയ. ഇതിൻ്റെ ഓരോ പോയിന്റ് ഓരോ പ്രസംഗമാണ്. ദൈവത്തിന് വിലയും നിലയും കൊടുത്ത് ജീവിക്കുമ്പോൾ നിന്റെ വാഗ്ദത്തങ്ങളുടെ ചാരം നീ വാരത്തില്ല. അബ്രഹാം പറഞ്ഞത്, സ്തോത്രം, ഞാൻ ചാരം വാരിയിട്ട് ആ മലയിൽ നിന്ന് താഴേക്ക് വരാം, ഇസ്ഹാക്കിൻ്റെ ചാരം ചുമ്മിക്കൊണ്ട് വരാം, ഇസ്ഹാക്കിൻ്റെ ചിതാഭസ്മം കൊണ്ട് ഞാൻ നിങ്ങളുടെ അടുക്കൽ വരാമെന്നല്ല അവൻ വേലക്കാരോട് പറഞ്ഞത്. യു സ്റ്റേ ഹിയർ, മൈസെൽഫ് ആൻഡ് ദ ലാൻഡ്, ലെറ്റ് us go further and worship the Lord and we will come back. ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങൾ മടങ്ങി വരും. ഇന്ന് പകൽക്കാലം ആരോടോ കർത്താവ് പറയുന്നു, നീ ഭയപ്പെടുന്നത് ഭവിക്കയില്ല, നിന്റെ വാഗ്ദത്തം ചാരമാകത്തില്ല. ആ പിന്നിലായിരിക്കുന്ന സഹോദരന്മാർ സ്തോത്രം പറ: നിന്റെ വാഗ്ദത്തം ഒരിക്കലും ചാരമാകത്തില്ല. പകരം മറ്റൊരു കരുതൽ നീ അനുഭവിപ്പാൻ വേണ്ടി പോകുന്നു. സ്തോത്രം. ഈ കാറ്റ് നീ എന്തിന് വില കൊടുക്കും എന്ന് ദേശത്തിൽ വെളിപ്പെടുവാൻ വേണ്ടിയാണ്. ഈ കാറ്റിൻ്റെ ദൈവം നിന്റെ ജീവിതത്തിൽ അനുവദിക്കുന്നത് സ്ട്രെങ്തൻ യു, നിന്നെ ബലപ്പെടുത്തുവാൻ വേണ്ടിയാണ്, നിന്നെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കാറ്റ്. രണ്ടുപേരെ തൊട്ട് പറ: സ്തോത്രം, ഇതെൻ്റെ വർദ്ധനവിൻ്റെ കാലം. പെട്ടെന്ന് പറഞ്ഞേ: ഇതെൻ്റെ വർദ്ധനവിൻ്റെ കാലം. ഇത് ചക്കയുടെയും മാങ്ങയുടെയും കാലമല്ല, ഇത് തിന്മയുടെ കാലമല്ല. യേശുവിൻ നാമത്തിൽ എല്ലാ കുടുംബങ്ങളും കേൾക്കട്ടെ: ഇതെൻ്റെ വർദ്ധനവിൻ്റെ കാലം. ഇത് നിന്റെ വർദ്ധനവിൻ്റെ കാലം. ഇത് നിന്റെ ആർക്കും വേണ്ടേ? ഞാൻ കൊണ്ടുപോകാം. സ്തോത്രം. ഇത് നിന്റെ വർദ്ധനവിൻ്റെ കാലം. ശുശ്രൂഷകരെ, ഇത് നിന്റെ വർദ്ധനവിൻ്റെ കാലം. ഇത് നിന്റെ വർദ്ധനവിൻ്റെ കാലം. ഈ പ്രതികൂല കാറ്റ് നിന്റെ മേൽ അടിക്കുന്നത് നിന്നെ വർദ്ധിപ്പിക്കാൻ വേണ്ടി. 4000 വർഷങ്ങൾക്ക് മുമ്പ് മിസ്രൈം എന്ന പ്ലാറ്റ്ഫോമിൽ ഫറവോന്റെ രൂപത്തിൽ ഒരു കാറ്റ് ഇസ്രായേൽ നേരെ വീശി അടിക്കുകയുണ്ടായി. സ്തോത്രം. ഫറവോൻ പറഞ്ഞു, ജനിക്കുന്നതായ സകല ആൺകുട്ടികളെയും എവിടെ? നൈൽ നദിയിൽ എറിഞ്ഞു കൊന്നുകളയണം. സ്തോത്രം. പ്രതികൂലത്തിന്റെ കൊടുങ്കാറ്റടിക്കുകയാണ്. ജനിക്കുന്ന സകല ആൺകുട്ടികളെയും നൈൽ നദിയിൽ എറിഞ്ഞ് കൊന്നുകളയണം. യഹൂദ തൽമൂദിൽ ഞാൻ ഇങ്ങനെയാണ് വായിച്ചത്: 26 lakhs, 2.6 million, 26 ലക്ഷം കുട്ടികളെയാണ് നദിയിൽ എറിഞ്ഞു കൊന്നുകളഞ്ഞത്. 26 ലക്ഷം കുട്ടികളെയാണ് എവിടെ? നൈൽ നദിയിൽ എറിഞ്ഞ് കൊന്നുകളഞ്ഞത്. പക്ഷെ 26 ലക്ഷം കുട്ടികളെ നൈൽ നദിയിൽ എറിഞ്ഞ് കൊന്നുകളഞ്ഞിട്ടും 400 സംവത്സരം കഴിഞ്ഞപ്പോൾ അവർ 30 ലക്ഷമായി പെരുകി. അവർ 30 ലക്ഷമായി വർദ്ധിച്ചു. ഹല്ലേലൂയ.
അവർ 30 ലക്ഷമായി വർദ്ധിച്ചു. പുറപ്പാട് പുസ്തകം 1:12 പറയുന്നു, അവരെ സ്തോത്രം ഫറവോൻ പീഡിപ്പിച്ചു. പക്ഷെ എൻ്റെ വേർഷൻ ഞാൻ ഇങ്ങനെ പറയട്ടെ, അവരെ പീഡിപ്പിക്കും തോറും അവരെ പീഡിപ്പിക്കും തോറും പറ അവർ പെരുകി വന്ന. എന്താ മിണ്ടാത്തെ? അവർ പീഡിപ്പിക്കും തോറും അവർ പെരുകി വന്ന. ഞാൻ നിന്റെ ലൈഫിനെ നോക്കി പറയട്ടെ, നിന്നെ എത്രത്തോളം നുറുക്കുമോ അത്രത്തോളം നീ വർദ്ധിച്ചു വരും. അവരെ പീഡിപ്പിക്കും തോറും അവർ പെരുകി വന്നു. നിന്റെ തിന്മയുടെ ദിവസങ്ങളല്ല, നിന്റെ വർധനവിൻ്റെ ദിവസങ്ങളാണ്. ഈ പീഡയുടെ കാറ്റ് നിന്റെ മേൽ ഇമോഷണലി നിന്നെ പീഡിപ്പിക്കുന്ന, സ്തോത്രം, നിന്നെ മെന്റൽ സ്ട്രെസ് തരുന്ന ഏതെങ്കിലും കാര്യങ്ങൾ വന്നിരിക്കുന്നെങ്കിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് നീ വർദ്ധിപ്പാൻ വേണ്ടി പോകുന്ന. വലത് കരങ്ങൾ ഉയർത്തി എല്ലാവരും ശക്തിയോടെ വിളിച്ചു പറഞ്ഞ് വർധനവ്. ഒരിക്കൽ കൂടെ സ്തോത്രം. അതെ, കാറ്റ് ദൈവം നിന്റെ മേൽ അനുവദിക്കുന്നത്, കാറ്റ് ദൈവം നിന്റെ മേൽ അനുവദിക്കുന്നത് നീ 2ാം ലൂസിഫറായി തീരാതെ നിഗളത്തിൽ നിന്ന് നീ താഴ്മ പഠിപ്പാൻ. ഹല്ലേലൂയ. കാരണം കാറ്റ് വീശുമ്പോൾ, പ്രശ്നം നിന്റെ മേൽ അടിക്കുമ്പോൾ, പ്രശ്നം നിന്റെ മേൽ കടന്നു വരുമ്പോൾ അവസാനം നീ നിൽക്കുന്നത് പാദങ്ങളിലായിരിക്കത്തില്ല, കാലയിലല്ല നീ നിൽക്കുന്നത്, പകരം നീ മുട്ടിന്മേലാണ് നിൽക്കുന്നത്. ഒരിക്കൽ കൂടെ, പ്രശ്നങ്ങളാണ് നിന്നെ മുഴങ്കാലിൽ നിർത്തുന്നത്. പ്രശ്നങ്ങൾ നിന്നെ മുഴങ്കാലിൽ നിർത്തുക. സ്തോത്രം. 2 കാല് മൂതി നിൽക്കുന്നവൻ തോൽക്കുമ്പോൾ മുഴങ്കാലിൽ നിൽക്കുന്നവൻ ജയിക്കുന്ന. ഹല്ലേലൂയ. സ്തോത്രം. അതെ, നിന്നെ കർത്താവിന്റെ മുൻപിൽ സഹോദരി സഹോദരന്മാരെ നമ്മെ താഴ്ത്തുന്നത് നമ്മുടെ മേൽ വീശി അടിക്കുന്നതായ കാറ്റാണ്. പലപ്പോഴും നിനക്ക് തോന്നുമായിരിക്കും ഞാൻ ഏതോ സംഭവമാണ്, ഞാൻ വിചാരിച്ചാൽ പല കാര്യങ്ങൾ നടക്കും, എനിക്ക് വലിയ സ്വാധീനങ്ങളുണ്ട്, എനിക്ക് വലിയ കണക്ക് കൂട്ടലുകളുണ്ട്, ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് പോലെ പല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കും. പക്ഷെ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നിന്റെ കണക്ക് കൂട്ടൽ മുഴുവൻ പാടയെ തെറിപ്പിച്ചു കളയുന്ന കൊടുങ്കാറ്റ് കടന്നു വരുന്നത്. നീ ആശ്രയിക്കുന്ന കൊമ്പുകൾ പറയുന്നത്, നീ ആശ്രയിക്കുന്ന വ്യക്തികൾ മാറുന്നത്. എന്താ മിണ്ടാതിരിക്കുന്ന ഉള്ള കാര്യം പറഞ്ഞപ്പോ, നീ ആശ്രയിക്കുന്ന അതേ വാതിലുകളും വരുമാനങ്ങളും അടയുന്നത്. ആ വരുമാനങ്ങൾ അടയുമ്പോൾ, ആ കൊമ്പുകൾ പറിക്കുമ്പോൾ, ആശ്രയിക്കുന്ന വ്യക്തികൾ മുഖം തിരിക്കുമ്പോൾ, പല 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 വിചാരിക്കുന്ന കണക്ക് കൂട്ടലുകൾ തെറ്റുമ്പോൾ നീ അറിയാതെ മുട്ടിന്മേൽ നിന്ന് തല ഉയർത്തി പറയും, അപ്പാ നീ അല്ലാതെ വേറെ എനിക്കൊന്നുമില്ല, അപ്പാ നീ അല്ലാതെ എനിക്കൊന്നുമില്ല. എന്നാൽ മനസ്സിലാക്കണമേ, നീ എപ്പോഴാണോ അവന്റെ മുൻപിൽ മുട്ടുമടക്കുന്നത്, കൊലോസ്യർ 2:7 പറയുന്നു, അവനിൽ നീ വേരൂന്നുകയാണ്. ദൈവത്തിന്റെ മുൻപിൽ ഈ ദിവസങ്ങളിൽ കുറുപ്രാവ് കുറുക്കുന്നത് പോലെ മുട്ടുമടക്കി നിൽക്കുന്ന സകല വ്യക്തികൾ നോക്കി ഞാൻ പറയട്ടെ, ദൈവത്തിൽ നീ വേരൂന്നുകയാണ്, ദൈവത്തിൽ നീ പ്ലാന്റ് ചെയ്യുകയാണ്, ദൈവത്തിൽ നീ നടപ്പെടുകയാണ്, ദൈവത്തിൽ നീ നട്ടിരിക്കുകയാണ്. കർത്താവിൽ നീ അതേ വേരൂന്നുകയാണ്. കർത്താവിൽ വേരൂന്നിയവനെ പറിച്ചു കളവാൻ ഒരു കാറ്റിനും കഴിയത്തില്ല. എഴുതിയിട്ട് കാണാതെ പഠിക്ക. ദൈവത്തിൽ പ്ലാൻ ചെയ്തതിനെ അതേ പ്ലക്ക് ചെയ്യുവാൻ പ്രോബ്ലംസിന് കഴിയത്തില്ല. ആരും മിണ്ടിയില്ല. ഞാൻ പോകാം. സ്തോത്രം. ദൈവത്തിൽ പ്ലാൻ ചെയ്തത് പറഞ്ഞു പോകുവാൻ ഒരു പ്രശ്നങ്ങൾക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിൽ നടപ്പെട്ടത് ഒരിക്കലും പറഞ്ഞു പോകത്തില്ല. 2 പേരെ തൊട്ട് മോത്തോക്കി പറഞ്ഞേ, ഞാൻ പറഞ്ഞു പോകത്തില്ല. പെട്ടെന്ന് പറഞ്ഞേ, ഞാൻ പറഞ്ഞു പോകത്തില്ല. കാരണം ഞാൻ അവനിൽ വേരൂന്നിയിരിക്കുകയാണ്, ഞാൻ യേശുവിൽ വേരൂന്നിയിരിക്കുകയാണ്, ഞാൻ അവനിൽ യേശുവിൽ വേരൂന്നിയിരിക്കുകയാണ്. കാറ്റ് കടന്നു പോകുമ്പോൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ശബ്ദം കേട്ട്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ശബ്ദം കേട്ടപ്പോൾ ഈ ഗ്ലാമർ അഭിനയിച്ചു നിന്നവർ ദേണ്ട കിടക്കുന്നു. അഭിനയിച്ചു നിന്ന വൃക്ഷങ്ങൾ ഇതാണ്ട് കിടക്കുന്നു. കാരണം ഇവയുടെ പുറമേ കുറച്ച് ഇലയുണ്ടായിരുന്നു, പുറമേ കുറച്ച് ഗ്ലാമർ ഉണ്ടായിരുന്നു, പക്ഷെ അകം കുറച്ച് പോടായിരുന്നു. ഏതുകൊണ്ട് ധും ധും ശബ്ദം കേട്ടപ്പോൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നോക്കിയപ്പോൾ അകം പോടായത് പലതും സ്തോത്രം തകർന്നു വീഴുകയാണ്. പക്ഷെ അവനിൽ വേരൂന്നിയും ആത്മീയ വർധനവ് പ്രാപിച്ചതും ദൂതിതാണ്. നിന്നെക്കാൾ ആള് കളിച്ചു നിന്ന പലതും തകർന്നു പോയപ്പോൾ
നിന്നെക്കാൾ ആള് കളിച്ചു നിന്ന പലതും തൊലഞ്ഞു പോയപ്പോൾ അവനിൽ വേരൂന്നിയത് കൊണ്ടാണ് നീതിമാൻ പന പോലെ, പറ, നീതിമാൻ പന പോലെ തഴയ്ക്ക്. മരുഭൂമി ഭയങ്കര ചൂടാണ്, മരുഭൂമി ഭയങ്കര കാറ്റാണ്. പക്ഷേ ആ കാറ്റിൻ്റെ നടുവിൽ ദാ തഴയ്ക്കുകയാണ്. കാറ്റിൻ്റെ നടുവിൽ നീ തഴയ്ക്കുകയാണ്. കേൾക്കണം, ഇന്ന് പകൽക്കാലം കാറ്റിൻ്റെ നടുവിൽ നീ തഴയ്ക്കണം. നീ ഒലയുന്നത് ചെതറാനല്ല. എത്രത്തോളം ഒലയുന്നു അത്രത്തോളം നിന്റെ വേര് ആഴങ്ങളിലേക്ക് ഇറങ്ങി. എത്രത്തോളം ആഴങ്ങളിലേക്ക് വേര് ഇറങ്ങുന്നു അത്രത്തോളം ഉയരങ്ങളിൽ നീ വളരുകയാണ്. പലരും വീണുപോയ സോയിലിൽ, പലരും വീണുപോയതായ മണ്ണിൽ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് കാറ്റ് അനുവദിക്കുന്നത് നീ തൊലയാനല്ല, വേറെ ആർക്കും ചിന്തിപ്പാൻ കഴിയാത്ത ഉയരങ്ങളിൽ കേറിവാ, നീ വളരുവാനാണ്. പലരും തകർന്നതായ സ്ഥാനത്ത് സ്തോത്രമാതി ആഴങ്ങളിലേക്ക് വേരൂന്നി ഉയരങ്ങളിൽ നീ വളരുവാനാണ് ആ കാറ്റ് നിന്റെ ജീവിതത്തിൽ അനുവദിക്കുന്നത്. ഇത്രയും മനസ്സിലായ രണ്ട് കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. കേട്ടില്ല? ഒരിക്കൽ കൂടെ.